ഞാൻ ജയപ്രകാശ്. ഉടുപ്പി ക്ഷേത്രത്തിന്റെ തുടർ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ ജന്മമാതാവായ ദേവകിക്ക് ശ്രീകൃഷ്ണന്റെ ബാല്യകാലം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. ദ്വാരകയിൽ വെച്ച് ശ്രീകൃഷ്ണനെ ഒരു കുട്ടിയായി കാണാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചു. കൃഷ്ണൻ കുറച്ചു കാലം വീണ്ടും ഒരു കുട്ടിയുടെ രൂപം സ്വീകരിച്ചു. അവൻ അവളോടൊപ്പം കളിക്കുകയും വെണ്ണ മോഷ്ടിക്കുന്ന തൻ്റെ പ്രശസ്തമായ ബാല്യകാല വിദ്യകൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഈ മുഴുവൻ എപ്പിസോഡും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രുക്മിണി കണ്ടു. അവൾ ബാലകൃഷ്ണ എന്ന ബാലരൂപത്തിൽ പ്രണയത്തിലായി. പ്രശസ്ത സ്വർഗീയ ശില്പിയായ വിശ്വകർമാവിനോട് ബാലകൃഷ്ണന്റെ ഒരു വിഗ്രഹം നിർമ്മിക്കാൻ രുക്മിണി നിയോഗിച്ചു. അദ്ദേഹം സാലിഗ്രാമക്കല്ല് ഉപയോഗിച്ച് മനോഹരമായ ഒരു വിഗ്രഹം നിർമ്മിച്ചു. ഈ വിഗ്രഹത്തെ രുക്മിണി എല്ലാ ദിവസവും ആരാധിച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ ലോകം വിട്ടുപോയപ്പോൾ അർജുനൻ മഹാഭാരത പ്രശസ്തിയുള്ള തൻ്റെ ശരീരം ദഹിപ്പിച്ച് ബാലകൃഷ്ണന്റെ ഈ പ്രതിമ രുക്മിണി വനത്തിൽ അടക്കം ചെയ്തു. ദ്വാരകയെ വിഴുങ്ങിയ വെള്ളപ്പൊക്കത്തിൽ ആ സ്ഥലവും പ്രതിമയും നഷ്ടപ്പെട്ടു. പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ദ്വാരകയിൽ നിന്ന് പുറപ്പെട്ട ഒരു കപ്പൽ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു. ആനന്ദതീർത്ഥ എന്ന ഒരു മുനി ഉടുപ്പി തീരത്ത്, ഇന്നത്തെ മാൽപ്പെ ബീച്ച് എത്തി. കപ്പൽ കുഴപ്പത്തിലാണെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം തൻ്റെ അംഗവസ്ത്രം ഉപയോഗിച്ച് കപ്പലിനെ തീരത്തേക്ക് നയിച്ചു. നന്ദി സൂചകമായി കപ്പലിൽ നിന്ന് തനിക്ക് ആവശ്യമുള്ളതെന്തും എടുക്കാൻ ക്യാപ്റ്റൻ മാധവാചാര്യരോട് ആവശ്യപ്പെട്ടു. സന്യാസി തൻ്റെ സമ്മാനമായി പാറക്കെട്ടുള്ള ബാലസ്റ്റ് തിരഞ്ഞെടുത്തു. പാറ കടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ അത് കുറച്ച് ഭാഗങ്ങളായി പിളർന്നു. ബാലകൃഷ്ണന്റെ സാലിഗ്രാമ വിഗ്രഹം വെളിപ്പെട്ടു. അനന്തതീർത്ഥൻ വിഗ്രഹം കോരിയെടുത്ത് കുളിപ്പിച്ച് ആചാരപ്രകാരം സ്ഥാപിച്ചു. അങ്ങനെ പ്രശസ്തമായ ഉടുപ്പി കൃഷ്ണക്ഷേത്രം സൃഷ്ടിച്ചു. ഈ പുരാതന വിഗ്രഹം കണ്ടെത്തിയതിന് ഉത്തരവാദി അദ്ദേഹമാണെന്നതിനാൽ അദ്ദേഹം മാധവാചാര്യനായി പ്രശസ്തനായി. ഉടുപ്പിയിലെ ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ സ്ഥാപകനായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ഇന്ന് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ഉടുപ്പി ശ്രീകൃഷ്ണൻ ഭഗവാന്റെ വിശ്വരൂപമായതിനാൽ ഈ സ്ഥലം ദക്ഷിണേന്ത്യയിലെ മധുര എന്നും കണക്കാക്കപ്പെടുന്നു. ഭഗവാൻ ജനിച്ച സ്ഥലം. ഉടുപ്പി കൃഷ്ണക്ഷേത്ര സമുച്ചയത്തിൽ 3 വ്യത്യസ്ത ക്ഷേത്രങ്ങൾ, ഒരു ക്ഷേത്രക്കുളം, കുറച്ച് മഠങ്ങൾ, ഒരു കല്യാണ മണ്ഡപം, സ്വീകരണ ഹാള്, ഒരു ഗോശാല, പശുത്തൊഴുത്ത് എന്നിവ ഉൾപ്പെടുന്നു. പ്രധാന കൃഷ്ണക്ഷേത്രം മധ്യത്തിൽ വച്ചാൽ മറ്റെല്ലാ കെട്ടിടങ്ങളും അതിനു ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയെല്ലാം വളരെ ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നു. ക്ഷേത്ര ഗോപുരങ്ങളും പ്രവേശന കവാടങ്ങളിലും നിങ്ങൾക്ക് ഇത് വ്യക്തമായി കാണാൻ കഴിയും. ഹംപിയിലെ ചില ക്ഷേത്രങ്ങളിലോ ബൃഹദീശ്വര ക്ഷേത്രത്തിലോ കണ്ടിരിക്കാവുന്ന സങ്കീർണമായ കൊത്തുപണികളുള്ള തൂണുകൾ ക്ഷേത്രത്തിന്റെ ഉൾഭാഗത്തില്ല. എന്നിരുന്നാലും ഉള്ളിൽ കാണാൻ രസകരമായ നിരവധി കാര്യങ്ങളുണ്ട്. ഉടുപ്പി കൃഷ്ണക്ഷേത്രത്തിനടുത്തുള്ള പച്ചക്കുളം വെറും മനോഹരമായ ഒരു സ്ഥലമല്ല. മാധവാചാര്യർ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന് മുമ്പ് പ്രശസ്തമായ ബാലകൃഷ്ണന്റെ വിഗ്രഹത്തെ കുളിപ്പിച്ച അതേ കുളമാണിത്. അതുകൊണ്ടാണ് ഈ കുളത്തിന് അല്ലെങ്കിൽ പുഷ്കരണിക്ക് മാധവ സരോവർ എന്ന പേര് ലഭിച്ചത്. ക്ഷേത്ര പുരോഹിതന്മാർ ആചാരപരമായ കുളിക്കലിനായി ഈ കുളം ഉപയോഗിക്കുന്നു. ഇത് ഗീതാ ദർശന ഭവനിൽ വെച്ചിരിക്കുന്ന പഴയകാലത്തെ ഓലഗ്രന്ഥങ്ങളാണ്. അവിടെ അതിമനോഹരമായ ഒരു കൃഷ്ണന്റെ വിഗ്രഹം കൂടിയുണ്ട്. ഈ വിഗ്രഹമാണ് ഈ കാണുന്നത്.
കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു കൈത്തറിശാലയുമുണ്ട് ഇതിനകത്ത്. (2025) നവംബർ മാസത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന് ഒരു ഭക്തൻ സമർപ്പിച്ചതാണ് ധാന്യങ്ങളിൽ വരച്ച ഈ ഫോട്ടോ. കഴിഞ്ഞ നവംബർ മാസത്തിൽ കോടി ഗീത ലേഖനയജ്ഞം പദ്ധതി ഇവിടെ തുടങ്ങിയിരുന്നു. 1 കോടി പേരെങ്കിലും സ്വന്തം കൈകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത രചിച്ച് ഉടുപ്പിയിൽ വെച്ച് ശ്രീകൃഷ്ണന് സമർപ്പിക്കുക എന്ന മഹത്തായ ലക്ഷ്യമാണ് പൂജ ശ്രീ സ്വാമിജി വിഭാവനം ചെയ്തിരുന്നത്. ശ്രീ മഠം നൽകുന്ന പുസ്തകത്തിൽ ഭക്തർ ശ്രീമദ് ഭഗവത്ഗീതയുടെ 700 ശ്ലോകങ്ങളും ഒരു തവണയെങ്കിലും ഏത് ഭാഷയിലും എഴുതുക എന്നതാണ് ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം. പ്രായം, സ്ഥലം, ജാതി, മതം, ലിംഗഭേദം എന്നിവ പരിഗണിക്കാതെ എല്ലാ ഭക്തർക്കും ഈ യജ്ഞം തുറന്നിരുന്നു. പൂജ്യശ്രീ സ്വാമിജിയുടെ പ്രധാന സങ്കല്പങ്ങളിൽ ഒന്നാണിത്. എഴുത്ത് പൂർത്തിയാകുമ്പോൾ ഭക്തർക്ക് ഉടുപ്പിയിൽ വന്ന് ശ്രീ സ്വാമിജിക്ക് എഴുതപ്പെട്ട പുസ്തകം സമർപ്പിക്കാം. അദ്ദേഹം ഇത് ഉടുപ്പി ശ്രീകൃഷ്ണന് സമർപ്പിക്കുകയും ശ്രീകൃഷ്ണ പ്രസാദം പോലെ അതേ പുസ്തകം തിരികെ നൽകി ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഈ പുസ്തകം ഭക്തരുടെ വീട്ടിൽ സൂക്ഷിച്ച് ആരാധിക്കുകയും വേണം. ഇത് അവരുടെ മക്കളും കൊച്ചുമക്കളും ആരാധിക്കും. ഭഗവത്ഗീത അവരുടെ വംശപരമ്പരയുടെ പ്രചോദനമായിരിക്കും. ശ്രീകൃഷ്ണ ഗീതയുടെ മാർഗനിർദ്ദേശങ്ങളിൽ ജീവിത ലക്ഷ്യം കൈവരിക്കും. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു നമ്മളുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ നവംബർ മാസത്തിൽ ഇവിടെ വന്നിരുന്നത്. ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ശ്രീ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അവേൽ ഡയറീസിന് വേണ്ടി ജയപ്രകാശ്.